എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. എന്നാൽ വിലയില്ലാത്തതൊന്നേയുള്ളൂ, അത് മനുഷ്യന്റെ ജീവനാണ് എന്ന് ആളുകൾ വളരെ അതിശയോക്തിയോടുകൂടി പറയുന്നത് കേൾക്കാം. ഈ പറയുന്നതിൽ അല്പം സത്യം ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഒരു വിട്ടിലിനെ കൊല്ലുന്നതിനേക്കാട്ടിലും ലാഘവത്തോടെയാണ് ഇന്ന് മനുഷ്യന്റെ ജീവൻ ഒടുക്കിക്കളയുന്നത്. ഒരുപക്ഷെ പിറക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ട എത്രയോ ശിശുക്കൾ മാതാപിതാക്കളുടെ ഉദരത്തിൽ വെച്ച് തന്നെ സംഹരിക്കപ്പെടുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും പ്രോത്സാഹനവും ഒക്കെ അതിന് ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് സത്യം. ആത്മഹത്യാ നിരക്ക് ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പെരുമ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ആദ്യം നേടിയത് കേരളത്തിലാണ്. എന്നാൽ അറിവിൻ്റെ അജ്ഞത കൊണ്ടല്ല, ജീവിതത്തിൽ സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള മൂല്യച്യുതികൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെന്ന് ആളുകൾ പറയാറുണ്ട്. ഒരിക്കൽ ഒരു തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡൻ്റായിരുന്ന ഹെൻറി എന്ന വ്യക്തി, അദ്ദേഹം വളരെ വാർദ്ധക്യം ചെന്ന് രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. തനിക്കിനി മുൻപോട്ട് ജീവിക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു. വൈദ്യശാസ്ത്രവും ധർമ്മശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ അഭ്യസിച്ചിട്ടുള്ള തനിക്ക് ഇനി മുൻപോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു ജീവിത സാഹചര്യത്തിലെത്തി. അദ്ദേഹം തൻ്റെ ഡോക്ടറുടെ സഹായത്തോടുകൂടി ഇങ്ങനെയൊരു കത്ത് ബന്ധപ്പെട്ടവർക്ക് എഴുതി. ഞാനൊരു മാരക രോഗം ബാധിച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന രീതിയിൽ ഓരോ ദിവസവും വേദന ചവച്ചിറക്കി ഇഞ്ചിച്ചായി മരിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നതല്ലേ എന്ന് താൻ എഴുതി. ഏതാണ്ട് 2-3 ദിവസം താൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ജീവിതത്തിലെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടായി. അതിങ്ങനെയായിരുന്നു: ഒരു വിശ്വാസി ജീവിതത്തെ എപ്പോഴും കാണേണ്ടത് അത് ദൈവത്തിൽ നിന്നുള്ള അമൂല്യമായ ദാനമായിട്ടാണ്. അത് നമുക്കിഷ്ടം പോലെ ഇല്ലാതാക്കുവാനോ അതിന് തോന്നുന്ന പോലെ ചെയ്യാനോ നമുക്ക് അധികാരമില്ല. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോബ്. തൻ്റെ സമ്പത്തെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. അതിനു പിന്നാലെ മക്കളും നഷ്ടപ്പെട്ടു. വളരെ വേദനാപൂർവമായ ഒരു രോഗവും അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു. വളരെ ദയനീയമായ ഒരവസ്ഥ. സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തോട് ഉപദേശിച്ചു, ഇനിയും നിങ്ങൾ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. എന്നാൽ യോബിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നീ എന്തിനാ ഇങ്ങനെ ഭോഷത്വം പറയുന്നത്? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസമാണ് തന്നെ ആ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിച്ചത്. ജീവിതത്തിൻ്റെ കടുത്ത നിരാശകളിലും തീവ്രമായ വേദനകളിലുമൊക്കെ നമ്മെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസം അത് മാത്രമാണ്. നമ്മുടെ ജീവനും ആയുസ്സും ആരോഗ്യവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് നാം നന്ദിയുള്ളവരായിരിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.